അപ്പോൾ പുള്ളി പറഞ്ഞു, നീ ഒന്നും ഇങ്ങോട്ട് വാ, നമുക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ കയറി വന്നു. വീട്ടിലായിരുന്നു ഒറ്റപ്പാലം. അവിടെ നിന്ന് നേരെ കയറി വന്നു, ഹോട്ടലിൽ കയറിയിട്ട് ഓണർ വന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇതേപോലെ സംസാരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞു ഓക്കെ ഫിക്സ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, ഇന്റർവ്യൂ ആയിരുന്നു ഈ നടന്നത് എന്ന് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കിതിനെപ്പറ്റി യാതൊരു ബേസും ഇല്ല, ഹോട്ടൽ ഫീൽഡായിട്ട് യാതൊരു ബേസും ഇല്ല. അപ്പൊ അവര് പറഞ്ഞു ഒന്നുമില്ല, ഇതേപോലെ ആൾക്കാർ വരുമ്പോൾ ചിരിക്കണം, വെൽക്കം ചെയ്യണം, അവരെ അവിടെ ഇരുത്തണം, ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല പണി. നേരെ കോട്ട് സൂട്ട് വിട്ടിട്ട് ഡോറ് തുറന്നു കൊടുക്കുന്നു, വെൽക്കം ചെയ്യുന്നു. ഇവിടെ ഇരിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കാം, അവിടെ ഇരിക്കണം അവിടെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയായിരുന്നു എനിക്കുള്ളത്. അവിടുന്ന് അങ്ങനെ ഒരു 1.5 വർഷത്തോളം ഞാൻ അവിടെ നിന്നു. അവിടുന്ന് എനിക്ക് ഒരു ബൈക്ക് വാങ്ങാൻ പറ്റി. ആ ശമ്പളത്തിൽ നിന്ന് ഞാൻ ബൈക്ക് വാങ്ങി. ആ ബൈക്ക് വാങ്ങലും സിനിമ കാണലും അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നേവി സ്കൂളിൽ എനിക്ക് ആക്ടിങ് ട്രെയിനറായിട്ട് ജോലി കിട്ടി. സത്യം പറഞ്ഞാൽ മോശമായിരുന്നു, കാരണം ഞാനേ അഭിനയിക്കാൻ അറിയാത്ത ആള്. ഞാൻ പോയിട്ട് അവിടെ പഠിപ്പിക്കണം പിള്ളേരെ. പക്ഷെ ഞാൻ എന്തൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തെറ്റല്ല പഠിപ്പിച്ചത്, അത് ധാരണ ഞാൻ പഠിച്ചു പോയിട്ട് പ്രസന്റ് ചെയ്ത് പഠിപ്പിച്ചായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് കാശ് കിട്ടും. അങ്ങനെ ഭക്ഷണം കഴിക്കലും പരിപാടികളൊക്കെ നടക്കാൻ തുടങ്ങി. അവിടെ വരുന്ന ആൾക്കാരൊക്കെ ആഷിഖ് കപൂർ, അൻവർ റഷീദ്, മമ്മൂക്ക, അമൽ നീരദ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ പേര്, സോപ്പിംഗ് സായാലും. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാരണം ഇവരെ കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ഒന്ന് മിങ്കിൾ ചെയ്യുക, എന്തോ ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് ഭക്ഷണം എങ്ങനെയുണ്ട് എന്നൊക്കെ ആയിരിക്കും, പക്ഷെ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ കുറെ കാലം നടന്നു. അവിടുന്ന് എനിക്ക് ഡോണറ്റ് എന്ന് പറഞ്ഞിട്ട് പനപ്പള്ളിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അവിടെ ഒന്നും പറ്റിയിട്ടില്ല, തലയിടിച്ചു, പക്ഷെ ഒന്നും പറ്റി ചെറുതായിട്ടൊന്നും. അപ്പോ ഡോണറ്റ് ഫാക്ടറിയിൽ ജോലിക്ക് കയറി. ഡോണറ്റ് ഫാക്ടറി നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവും, സന്തോഷ് ടി കുരുവിള എന്ന് പറഞ്ഞ വ്യക്തിയുടെയാണ്. ആയിരുന്നു, ഇപ്പല്ല, ആയിരുന്നു. ആ സമയത്തായിരുന്നു സന്തോഷേട്ടനാണ് എന്നെ അതിലേക്ക് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ആ സന്തോഷേട്ടനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാങ്സ്റ്റർ എന്നുള്ള ഒരു പടത്തിന് മമ്മൂടെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് എനിക്ക് സന്തോഷേട്ടനെ അറിയുന്നത്. അപ്പൊ അവിടുന്ന് എന്നെ നേരെ ഡോണറ്റ് ഫാക്ടറിയിലിട്ടു. അവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന ടൈമിലാണ് ക്വീൻ എന്നുള്ള ഒരു പടത്തിന് ഓഡിഷൻ വന്നത്. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ ഞാൻ ഓഡിഷൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ക്യൂൻ എന്നുള്ള ഓഡിഷൻ വന്നു, അത് അപ്ലൈ ചെയ്തു, അത് കിട്ടി. അതാണ് എന്തായത്. അവിടെ നിന്ന് ബാക്കി അറിയാം. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇല്ല, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പോകുമ്പോൾ ഒരാളെ പോലും അറിയില്ല. ആകെ പ്രക്ഷോഭന് മാത്രമേ അറിയില്ല. പ്രക്ഷോഭൻ തന്നെ അതിലേക്ക് വിളിക്കുന്നത്. അപ്പൊ ഈ ടീം ഏതാ, ആരാ, എന്താ, ഒന്നും അറിയില്ല. ഞാൻ പോയി അവിടെ അഭിനയിക്കാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചപ്പോഴാണ് ടീം ഏതാണോ, അതായത് ഇങ്ങനത്തെ ആൾക്കാരുടെ ഗ്യാങ് തന്നെയാണ് എന്നുള്ളത് ഒരു ഭയങ്കര അത് ഭയങ്കര ഹാപ്പിയായി. പിന്നെ നമ്മള് ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പരിപാടി. ഭയങ്കര ഹാപ്പിയാണ്. ഒരു സർക്കിൾ കിട്ടി. അത് രസമല്ലായിരുന്നു, ഭയങ്കര രസമാണ്. കാരണം പുള്ളിയാണ് സൈക്കോ. സ്വതവേ ഞാൻ എന്റെ ശരീരം വെച്ചിട്ട് ഞാൻ ഇടിച്ചു കഴിഞ്ഞാൽ, സിനിമാറ്റിക്കലി ഇടിച്ചു കഴിഞ്ഞാൽ അത് താങ്ങില്ല എന്നുള്ളൊരു ആ വ്യക്തിയാണ്. പക്ഷെ പുള്ളി ഒരു സൈക്കോ എന്നുള്ള രീതിയിലാണ് പുള്ളി പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിക്കാനോ പിടിക്കാനോ അറിയാത്തതോ അല്ലെങ്കിൽ അതിനുള്ള ഉൾബലമില്ലാത്ത ഒരാള്, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം. ഇപ്പൊ ഭയങ്കര സൈസ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഉള്ളിലൊരു ധൈര്യം വേണ്ടി ഇടിക്കാൻ. അങ്ങനെ ഇല്ലാത്ത ഒരാളാണ്. അപ്പോ അബദ്ധവശാൽ ഒരടി അടിച്ചിട്ടുണ്ട്, അത്ര തന്നെ. ആ അടിയിൽ പോയി, ബോധം പോയി. ഭയങ്കര എക്സ്പീരിയൻസ്, നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്തതാണ്. പിന്നെ ഉറക്കമുണ്ടാവില്ല. അല്ല, ഞാൻ സിനിമയിലേക്ക് എടുത്തതായി കയറാൻ അതല്ല, ജസ്റ്റ് എനിക്ക് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാ ആഗ്രഹം.
ചോദിച്ചിരിക്കണം